നമസ്കാരം. ഇത്തവണ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെയാണ് അമ്മയുടെ 72ാം തിരുനാൾ ആഘോഷിക്കുന്നത്. സാധാരണ എല്ലാ വർഷങ്ങളിലും ചെയ്യാറുള്ളതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. അതായത് നമ്മൾ 300 രോഗികൾക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ്, ഹാർട്ട് സർജറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 300 രോഗികൾക്ക് വേണ്ടി സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഈ കുട്ടികളുടെ ഒരു പീഡിയാട്രിക് കാർഡിയോളജി, കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ ഏതാണ്ട് 400ഓളം അതും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ആ ക്യാമ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. അതുകൂടാതെ അമൃതകീർത്തി പുരസ്കാരം, സൗജന്യ വിവാഹങ്ങൾ, കൂടാതെ നമ്മൾ അമൃതശ്രീക്ക് എല്ലാ വർഷവും നൽകുന്ന മൂലധനം, അവർക്ക് നൽകുന്ന വസ്ത്രം, മറ്റാവശ്യങ്ങൾ, പിന്നെ നമ്മൾ പല സെൻറ്ററുകളിലായിട്ട് ഈ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള തൊഴിലുകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാം സർട്ടിഫിക്കറ്റ് നൽകണം. യുനെസ്കോയുടെ ഒരു പുതിയ ചെയറും കൂടെ നമുക്ക് ഇപ്പോൾ 3ാമത്തെ ചെയർ അമൃത യൂണിവേഴ്സിറ്റിക്ക് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആരംഭം കുറിക്കും. ഇങ്ങനെയുള്ള പരിപാടികളാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. പിന്നെ അമ്മ ഈ UN-ൽ ഐക്യരാഷ്ട്രസഭയിൽ 2000-ൽ മലയാളത്തിൽ ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു, മലയാള ഭാഷയിൽ. അതിനു മുൻപും അതിന് ശേഷവും അങ്ങനെ ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ അഭിസംബോധന ചെയ്തിട്ടില്ല മലയാളത്തിൽ. ഇപ്പോൾ 25 വർഷം തികയാണ്. ഈ 25ാം വർഷത്തിൽ അത് അനുസ്മരിക്കുന്നതിനായിട്ട് വൺ വേൾഡ് വൺ ഹാർട്ട്, ഒരു ലോകം ഒരു ഹൃദയം എന്ന തലക്കെട്ടിനെ ആസ്പദമാക്കി സ്കൂൾ കുട്ടികൾക്ക് ആയിട്ട് ഒരു എസ്സേ കോമ്പറ്റീഷൻ നമ്മൾ നടത്തുന്നുണ്ട്. അത് കേരളത്തിനകത്തും പുറത്തും അവിടെയൊക്കെ മലയാളികളുണ്ടോ, മലയാള സ്കൂളുകളുണ്ടോ, മലയാളികൾ നടത്തുന്ന സ്കൂളുകളുണ്ടോ, അവിടെയെല്ലാം ഈ കോമ്പറ്റീഷൻ നടക്കും. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ വർഷം നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. അതുപോലെ ഈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഹൃദയ ശസ്ത്രക്രിയയും അത്തരം ആരോഗ്യരംഗത്ത് ഇത്തവണ കുറേ കൂടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആരോഗ്യരംഗത്ത് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. 1998 കൊച്ചിയിലെ എയിംസ് അമൃത ആശുപത്രി ഉദ്ഘാടനം ചെയ്ത കാലം മുതൽ ഇന്ന് വരെ നമ്മൾ എണ്ണമറ്റ ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സ, അത് മേജർ സർജറീസ് മുതൽ ചെയ്തിട്ടുണ്ട്. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇതിപ്പം ഈ അമ്മയുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് മാത്രമാണ് ഈ 300 സർജറികൾ, പിന്നെ കുട്ടികൾക്കുള്ള 400 സർജറികൾ ചെയ്യുന്നത്. അത് ജന്മദിനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കും. മറ്റേ ഈ സൗജന്യ ചികിത്സ അല്ലെങ്കിൽ സബ്സിഡൈസ്ഡ് അല്ലെങ്കിൽ കൺസെഷണൽ റേറ്റിൽ മുഴുവൻ ഫ്രീ ആയിട്ട് ഇതൊക്കെ ദിവസവും നടക്കുന്ന കാര്യങ്ങളാണ്. ശുചീകരണം അത് ഇപ്പോൾ ഈ വേൾഡ് ക്ലീൻ അപ്പ് ഡേ ജന്മദിനത്തിന്, അത് 27ാം തീയതി ജന്മദിനം, 20ാം തീയതിയാണ് ഈ വേൾഡ് ക്ലീൻ അപ്പ് ഡേ. അതൊരു ആഗോളതലത്തിൽ ഒരു യജ്ഞമാക്കി മാറ്റുകയാണ്. നമ്മുടെ എല്ലാ ക്യാമ്പസുകളും, എല്ലാ ആശ്രമങ്ങളും, എല്ലാ സെൻറ്ററുകളും, അത് ഇന്ത്യക്കകത്തും പുറത്തും ഉള്ള എല്ലാ സ്ഥാപനങ്ങളും 20ാം തീയതി ഈ ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെടും.